നമ്മൾ വിവാഹത്തിന് മുന്നേ എല്ലാം നോക്കിയല്ലേ, നമ്മുടെ പൊരുത്തം നോക്കി, നാള് നോക്കി, നമ്മുടെ ജാതകം നോക്കി, എല്ലാം ചേരുന്നുണ്ട്, എല്ലാതും കറക്റ്റാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പലരുടെ ജീവിതം ആഫ്റ്റർ മാരേജ് വളരെയധികം ദുഷ്കരമായിട്ടുള്ളതും വളരെ സ്ട്രഗിളിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അവരുടെ റിയൽ വാല്യൂസ് ഈക്വൽ ആവാത്തത് കൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പറ്റാത്ത പാർട്ട്നേഴ്സ് ഒരുമിച്ചാവുന്നത് കൊണ്ടല്ലേ? കാരണം അവരുടെ സ്വാഭാവികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലൂടെ കാഴ്ചപ്പാടിലുള്ള ആളുകൾ ഒന്നായി ചേരുമ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. അഡ്ജസ്റ്റ്മെന്റ് ഒരു പരിധി കഴിയുമ്പോൾ നമുക്കത് തീരെ പറ്റാതെ വരും, നമുക്കൊരു മെന്റൽ ഒരു സ്ട്രെസ്സിലേക്കൊക്കെ വരും, അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. നമ്മുടെ ഈ ജാതകം, നമ്മുടെ പൊരുത്തം, അല്ലെങ്കിൽ നമ്മുടെ നാള് ചേരുന്നത്, ഇതൊക്കെ റെഡിയാണ്, ഇതൊക്കെ ചേരും. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്താണ്, നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അത് ഏതെങ്കിലും സമയത്ത് നമ്മളത് പുറത്തേക്ക് വരും. അത് ആഫ്റ്റർ മാരേജ് ആണ് കൂടുതൽ അത് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് വിവാഹത്തിന് ശേഷം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. കാരണം അവരുടെ വാല്യൂസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഈ നമ്മുടെ വാല്യൂസുമായിട്ട് ഒരു തരത്തിലും ചിലപ്പോൾ മാച്ച് ആവില്ല. അപ്പോൾ വിവാഹത്തിന് മുന്നേ കൃത്യമായിട്ടുള്ള വാല്യുവേഷൻ നടത്തുക, കൃത്യമായിട്ടുള്ള വാല്യൂസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാർട്ട്ണർ ആവാൻ പോകുന്ന വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നയിക്കുന്നത്.